ിൽ കാണുന്നതാണ് റോബേഴ്സ് കേവ് അഥവാ ഗുച്ചു പാനി എന്ന് ലോക്കൽ ലാംഗ്വേജിൽ വിളിക്കുന്ന സ്ഥലം. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് പ്രകൃതിദത്തമായ ലൈംസ്റ്റോൺ ഗുഹയുണ്ട്. അവിടെ ഒരു പ്രത്യേകത, വെള്ളച്ചാട്ടം ഉണ്ട്. ആ വെള്ളം ഒരു അരുവിയായിട്ട് ഒഴുകും. ആ ഒഴുകുന്ന അരുവി കുറച്ചു നേരത്തിനുള്ളിൽ അപ്രത്യക്ഷമാവും, പിന്നെ വീണ്ടും തിരിച്ചു വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേക പ്രതിഭാസം ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ ഇവിടെ ഫുൾ ടൈം വരുന്നുണ്ട്. നമുക്ക് കാണാം ഉള്ളിലുള്ളത്. നമ്മൾ തുടങ്ങാണ്. ഇവിടെ നിന്ന് അത്ര ഭംഗിയായിട്ട് തോന്നണമൊന്നുമില്ല, അത്രയും വൃത്തിയാക്കി വെച്ചിട്ടില്ല എങ്ങാലും. പക്ഷെ ഉള്ളിൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറ്റ്ലീസ്റ്റ് അങ്ങനെയാണ് ഞാൻ മുമ്പ് വന്ന എല്ലാ യൂട്യൂബ് വീഡിയോകളിലും കണ്ടത്. നോക്കട്ടെ ഉള്ളിൽ പോയിട്ട് സത്യാവസ്ഥ എന്താ നമുക്ക് അറിയാം ഇപ്പോ. ഓക്കെ, അപ്പൊ നമ്മള് കയറാൻ പോവാണ് കേട്ടോ. സംഭവം നമ്മൾ സാധാരണ ഷൂവും ചെരുപ്പൊന്നും ഇട്ട് കയറാൻ പറ്റില്ല. ഇവിടെ നമ്മൾക്ക് 10 രൂപയ്ക്ക് ചെരുപ്പ് വാടകയ്ക്ക് എടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അതാണ് എൻ്റെ കാര്യമുള്ളത്. ഇതേ വെള്ളം തുടങ്ങാണ്, പക്ഷെ വെള്ളത്തിന്റെ ഭംഗി അത്ര അങ്ങോട്ട് ഇല്ല. നോക്കാം. ഇതാണ് വെള്ളം. ഇവിടെ വെള്ളത്തിലിറങ്ങുമ്പോൾ നല്ല തണുപ്പാണ്, പക്ഷെ ഇവിടെ അതിനനുസരിച്ച് തിരക്കുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് 10 രൂപയ്ക്ക് ഇങ്ങനെ ഒരു ചെരുപ്പ് വാടകയ്ക്ക് എടുത്തിട്ടാണ് വരിക. ഷൂ ഒന്നും ഇട്ട് വരാൻ പറ്റില്ല, സാധാരണ ചപ്പലല്ല, ഫ്ലിപ്പ് ഫ്ലോപ്സ്. സോറി, നോക്കിക്കോളൂ. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞത് വെള്ളം. കണ്ടോ ദേ, ഇനി ഉള്ളിലേക്ക് പോകുന്നവരും അതിങ്ങനെ ഭയങ്കര നേരോ ആയിട്ട് വരും. ഇടുങ്ങി വന്ന ഒരു കേവ് ആവും. വെള്ളം നല്ല തണുപ്പാട്ടോ. നമ്മളിങ്ങനെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ ഇട്ട് നടക്കണം, വീഴാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. പക്ഷെ കാണാൻ നല്ല രസമാ. കണ്ടോ? ഓക്കെ, കണ്ടോ? നമ്മള് ഗുഹയിൽ കയറും തോറും ഇടുങ്ങി വരും. ഇടുങ്ങി വളരെ കുറച്ചാണ് സൂര്യപ്രകാശം താഴേക്ക് വരുന്നുള്ളൂ. പക്ഷെ കാണാൻ നല്ല രസമാണ്. പിന്നെ നല്ല തണുപ്പ്, കാണുമ്പോൾ ഒരു രസമുള്ളൊരു അന്തരീക്ഷം. എന്തായാലും ഡെറാഡൂണിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വരൂ. പിന്നെ തിരക്കില്ലെങ്കിൽ രസമായിരിക്കും. ഇവിടെ എന്താന്ന് വെച്ചാൽ പൂരക്കണക്കിനുണ്ട് ആൾക്കാർ. ഇന്ന് ഞായറാഴ്ചയാണ്, പിന്നെ സ്കൂൾ മുടക്കാണ്, അതുകൊണ്ട്. പിന്നെ ഇതുപോലെ കണ്ടോ, എല്ലാം ഇങ്ങനെ വെളിച്ചം കടക്കാത്ത ഗുഹകളായതുകൊണ്ട് റോബേഴ്സ്, അതായത് കള്ളന്മാർക്കൊക്കെ പതുങ്ങിയിരിക്കാൻ പറ്റിയിരുന്നു മുമ്പ്. അതാണ് ഇതിന് റോബേഴ്സ് കേവ് എന്ന് പേര് വന്നത്. എൻ്റെ വിചാരത്തില് വെള്ളം കുറച്ച് കഴിയുമ്പോൾ കാണാണ്ടായി പിന്നെ വീണ്ടും റീഎമേർജ് ചെയ്യുമല്ലോ, അതായിരിക്കുമെന്നായിരുന്നു. പക്ഷെ തെറ്റിപ്പോയി. അതല്ല ഗൈസ്, അങ്ങനെയല്ല. അപ്പോ ഇതാണ് കഥ. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ പാർട്ട് നേരിട്ട് പോയി. നമ്മൾ ഓൾമോസ്റ്റ് തുടക്കത്തിലെത്താണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ വെള്ളച്ചാട്ടത്തിന് 2 പാർട്ട് ഉണ്ടെന്ന്. ഒരു പാർട്ട് നമ്മൾ കണ്ടു, വെള്ളം. ഇനി വരുന്ന അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം പോലെയുള്ള ഭാഗം. പിന്നെ ഇവിടെയാണ് അത് വരിക. പക്ഷെ നമുക്ക് മുകളിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഉണ്ട് വെള്ളച്ചാട്ടം പോലെ, പക്ഷേ അങ്ങോട്ട് പോവാ എന്ന് പറയുന്നത് കഷ്ടപ്പാടാ. വെള്ളം എവിടെ നോക്കിയോ വരുന്നുണ്ട്. അപ്പോ അതാണ് ആ വെള്ളം. കാണുന്നുണ്ടോന്ന് അറിയില്ല. അതാണ് കേട്ടോ വെള്ളച്ചാട്ടം. പക്ഷെ അവിടെ പോയാലേ വെള്ളം കൂടുതൽ നനയും, മൊത്തത്തിൽ നനയും. ആ നനയാനുള്ള ഒരു ഫീലിംഗ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല.